ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ചില്ലി പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും സ്വീറ്റായിട്ടുള്ള പഴംപൊരിയും അതുപോലെ ബീഫും പഴംപൊരിയും ഒക്കെ അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് കഴിച്ചിട്ടുള്ളൂ. ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി പഴംപൊരിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചില്ലി പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 1 പിഞ്ച് മഞ്ഞളിൻ്റെ പൊടിയാണ്, അതും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ്, റെഡ് ചില്ലി ഫ്ലേക്സ്. അത് എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. 1/2 ടീസ്പൂണോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എഗ്ഗ് ആഡ് ചെയ്ത കാരണം നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നോക്കി വേണം ചേർക്കാൻ. കുറേശ്ശെയായിട്ട് മാവൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒഴിവാക്കിയാൽ മതി. മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും കൂടി ആവുമ്പോൾ നമ്മുടെ പഴംപൊരിയുടെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ചെറിയ റെഡ് കളർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബേക്കിംഗ് സോഡയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതാ നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഒന്നും കൂടിയും പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഴംപൊരി കാണാനും ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നടുഭാഗം കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് നമ്മുടെ പഴം മാവിൽ മുക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ ഇടാത്ത കാരണമാണ് നമ്മുടെ മാവ് ഇങ്ങനെ ആയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, മുട്ട ചേർത്തുകൊണ്ട് നല്ല പഫി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പഴംപൊരിയാണ് ഇത്. മധുരം ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത കാരണം എരിവും ഉണ്ടാവും കേട്ടോ. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ബീഫും പഴംപൊരിയും ഒക്കെ അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചില്ലി പഴംപൊരിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ, മധുരവും അതേപോലെ എരിവൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ. അതേപോലെ ഞാൻ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചില്ലി പഴംപൊരിയാണ്. അപ്പോൾ നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല പഴുത്ത പഴമായിരുന്നു കേട്ടോ, അത് കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പഴം കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്, എരിവും മധുരമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയും വീഡിയോ ഒക്കെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.